ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജെയിംസ് ലൈവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അനീമിയ. ഈ ഒരു ടോപ്പിക്ക് MCQ ബേസ്ഡ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാണ്ട് തിയറി എക്സാമിൻ്റെ ബേസിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അനീമിയൻ്റെ കോസ് എന്തായിരിക്കും? അനീമിയ എങ്ങനെ ഉണ്ടാവുന്നത്? അതായത് ബ്ലഡ് ലോസ് കാരണം, അല്ലെങ്കിൽ ഇംപെയർഡ് RBC ഫോർമേഷൻ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് RBC, അല്ലേ? അങ്ങനെയായിരിക്കും അനീമിയ കോസ് ചെയ്തത്. ഓക്കെ, സോ നമ്മളെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഹീമോഗ്ലോബിന് രണ്ട് പോർഷൻ വരുന്നുണ്ട്. ഹീം എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്, ഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ അതിൽ ഹീം എന്ന് പറഞ്ഞ പോർഷനാണ് അയൺ കണ്ടെയ്ൻ ചെയ്തിരിക്കുക. ഓക്കെ, അയൺ കണ്ടെയ്നിങ് പോർഷൻ. ആൻഡ് അതിൽ ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടീൻ പോർഷൻ ആയിരിക്കും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് എന്താണ് ഹീം, ഏത് ഭാഗത്താണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഗ്ലോബിൻ ആണ് പ്രോട്ടീൻ. ഓക്കെ, അപ്പം ഈ ഹീമിൽ എന്തുണ്ടായിരിക്കും? കണ്ടെയ്ൻ 4 പൈറോൾ റിംഗ് പ്രസൻ്റ് ആയിരിക്കും. ഇനി സോ ഫോളിക് ആസിഡ്, അതായത് B9, ഫോളിക് ആസിഡ് എന്നാൽ B9 ആണ്. ഓക്കെ, വിറ്റാമിൻ B9 ആണ്. ആൻഡ് B12 എന്ന് പറയുന്നത് സയനോ കൊബാലമീൻ ആണ്. സോ ഇത് രണ്ടുമാണ് എന്തിന് സഹായിക്കുന്നത്? ഈ ഹീമിൻ്റെ സിന്തസിന് സഹായിക്കുന്നത്. ഓക്കെ, ദെൻ RBC ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം, എവിടെ നിന്നാണ് ഈ RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റെഡ് ബോൺ മാരോ. ഓക്കെ, ഇനി അയൺ കണ്ടന്റ് ഇൻ ദ ബോഡി 3.5 ഗ്രാം ഇൻ ബോഡി. ഓക്കെ, 3.5 ഗ്രാം അയൺ ആണ് ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കുക. 3.5. അതിൽ തന്നെ 2/3 എവിടെയായിരിക്കും പ്രസൻ്റ് ആയിരിക്കുക? ബ്ലഡിലായിരിക്കും. ഇനി അതിൽ 5 to 10% വിൽ ബി അബ്സോർബ്ഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അബ്സോർപ്ഷൻ എന്ന് പറയുമ്പം എവിടെയാണ്? ഇറ്റ് ഈസ് അബ്സോർബ്ഡ്, അയൺ ഇസ് അബ്സോർബ്ഡ് ഓൾ ഓവർ ദി ഇൻഡസ്റ്റൈൻ. അയൺ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റൊമക്ക് നിന്ന് അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഫെറിക്കിനെ ഫെറക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി സോ നമ്മളുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്തുണ്ടായിരിക്കും? ഡൈവാലൻ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ ഉണ്ടായിരിക്കും. അതാണ് ഫെറസ് അയണിനെ എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? മ്യൂക്കോസൽ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? ഇൻറ്റസ്റ്റൈനിൽ എന്തുണ്ട്? ഡൈവാലൻ്റ് മെറ്റൽ ട്രാൻസ്പോർട്ടർ ഉണ്ട്. അത് ഫെറസ് അയണിനെ മ്യൂക്കോസൽ സെൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി അയൺ എവിടേക്ക് എൻ്റർ ചെയ്യും? അയൺ പ്ലാസ്മയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫെറിക് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അയൺ പ്ലാസ്മയിലേക്ക് ഫെറിക് ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് എന്തായിട്ട് കമ്പൈൻ ചെയ്യും? ട്രാൻസ്ഫറിൻ ആയിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. സോ ഈ കോംപ്ലക്സ് എൻഡോസൈറ്റോസിസ് വഴി സെൽസിലെത്തും, അല്ലേ? എൻഡോസൈറ്റോസിസ് വഴിയാണ് സെൽസിലെത്തുന്നത്. ആൻഡ് കോംപ്ലക്സ് ബ്രേക്ക് ഡൗൺ. ഈ കോംപ്ലക്സ് എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? അസിഡിക് pH ആണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, സോ അയൺ എവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്പ്ലീന്, ബോൺമാരോ, റെട്ടിക്കുലോ എൻഡോത്തീലിയൽ സെല്ല്, ഹെപ്പാറ്റോസൈറ്റ്, മയോസൈറ്റ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഓറൽ അയൺ എന്ന് പറയുമ്പോൾ ഏതാണ്? ഫെറസ് സൾഫേറ്റ്. അതിൻ്റെ വേറെ പേരാണ് ഫെറോസോൺ. ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ ഫെറോസോൺ. ഇതായിരിക്കും നമ്മൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരൻട്രൽ എന്ന് പറയുമ്പം എന്താണ്? പാരൻട്രൽ അതിൻ്റെ എക്സാമ്പിളാണ് അയൺ ഡെക്സ്ട്രാൻ. ഓക്കെ, IM ഫെറോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് IMO IV ആയിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോൾ അബ്സോർബ്ഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഫോളിക് ആസിഡ് കൺവേർട്ട് ചെയ്യുന്നത്. ഫോളിക് ആസിഡ് ടെട്രാഹൈഡ്രോളേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെ? ഡൈഹൈഡ്രോ ഫോളേറ്റ് റിഡക്ടേസിന് ഇതിൽ. ഇനി ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഈസ് ഓൾസോ കോൾഡ് ആസ്, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി എന്താ പറയുക? നമ്മൾ വിൽസ് ഡിസീസ് എന്നാ പറയാം. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസിൻ്റെ വേറൊരു പേരാണ് വിൽസ് ഡിസീസ്. അപ്പം ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് ചാൻസ് ഉണ്ട്? മെഗാലോബ്ലാസ്റ്റിക് അനീമിയ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നേ അതിൻ്റെ കോസ് നോക്കണം. മെഗലോബ്ലാസ്റ്റിക് അനീമിയൻ്റെ കോസ് എന്തൊക്കെയാണ്? പ്രൈം ബാറ്റ്സ്മാൻ എന്ന് ആലോചിക്കാം. ഓക്കെ, പ്രൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഫെനിറ്റോയിൻ ആൻഡ് പ്രിമിഡോൺ. ഓക്കെ, പ്രിമിഡോൺ, ഫെനിറ്റോയിനും വരുന്നുണ്ട്. B12 അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. A ഫോർ ആൽക്കഹോൾ, T ഫോർ ട്രൈമെത്തോപ്രിൻ, S ഫോർ സൾഫാസാലിസിൻ, M ഫോർ മെറ്റ്ഫോമിൻ. ആൻറ്റി ഫോളേറ്റ്സ് ആണ് A ഉദ്ദേശിക്കുന്നത്. അത് ഇതൊക്കെയാണ് മീതോട്രെക്സേറ്റും പിരിമെത്താമിനും പ്രൊഗ്വാനിലും. എന്ന് പറയുന്ന നൈട്രസ് ആസിഡ്.